സമ്പാദിക്കാൻ പാടില്ല. നമ്മൾ എന്നാ പഠിച്ചു ശരിക്കും നേരായ മാർഗത്തിലൂടെ. നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയിട്ട് എന്ത് നേടി നമ്മൾ? ദാറ്റ് മീൻസ് ജോലിക്ക് പോയിട്ട് അല്ലേ? നമ്മളൊരു ജോലിക്ക് പോയിട്ട് എന്ത് നേടുമെന്ന് ചോദിച്ചാൽ എന്തുണ്ട്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം. അതിന് ഇന്ന് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണത്തെ പണിയെടുപ്പിച്ചുകൊണ്ട് സമ്പന്നനാകാം. ഓപ്ഷൻ 1. നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രൊജക്റ്റുകൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് സമ്പന്നമാവാൻ സാധിക്കും. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ബിഫോർ ലഞ്ചിന് നമ്മൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് മുമ്പ് പറയാൻ വേണ്ടി പോകുന്നത് പണം കയ്യിലുള്ളവർക്കുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം പണം ഇല്ലാത്തത്. അപ്പം 2 വേണ്ടേ അല്ലേ? അപ്പോൾ ആ 2 പ്രൊജക്റ്റുകളും ഇന്നിവിടെ പറയുമ്പോൾ ഇന്ന് ഒരുപാട് കുടുംബങ്ങളെയാണ് ഞങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് വിധേയമായിക്കൊണ്ട്. ഇപ്പം ഇവിടെ മാസ്റ്റർ സെറിമണി ചെയ്ത 2 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ലിൻഡു മറിയ ജോസഫും മറ്റൊന്ന് ജെയ്സ് ഇംഗ്ലീഷും. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നവർ ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രതിമാസം. അതിൻ്റെ പ്രത്യേകത ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം ഉള്ളവർക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാം, പണം കയ്യിലില്ലാത്തവർക്ക് അത് കൊടുത്തുകൊണ്ടും പണം ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ദുബായിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൂടുതൽ കിട്ടുന്ന 3 മേഖല പ്രതിപാദിച്ചത്. ഒന്ന് പറഞ്ഞത് 3 മുതൽ 10 ലക്ഷം രൂപ വരെ ശമ്പളം, എമിറേറ്റ്സിലെ ക്യാബിൻ ക്രൂ. രണ്ടാമത് പറഞ്ഞത് കാർഡിയക് ഡോക്ടേഴ്സ് 15 മുതൽ 25 ലക്ഷം രൂപ ശമ്പളം. മൂന്നാമത് പറഞ്ഞത് അൺലിമിറ്റഡ് ഇൻകം, ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ അത്തരത്തിൽ വളരെയധികം ഗ്രോത്ത് ഉള്ള മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചത് എങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖല കേരളത്തിൽ നടപ്പിലാക്കാം. പക്ഷെ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ ചെയ്തത് എങ്ങനെ ഇതൊരു ഇന്നോവേഷനാക്കി മാറ്റാം. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇവിടെ റിയൽ എസ്റ്റേറ്റിന്റെ കൂടെ തന്നെ കൾട്ടിവേഷൻ, കൃഷി ആഡ് ചെയ്തു, അതിന് കൂടെ ടൂറിസം കൂടെ ആഡ് ചെയ്തു. അപ്പോഴും ഇത് വലിയൊരു പ്രൊജക്റ്റായിട്ട് മാറി. അപ്പം ഇന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നത് 2023 ഞങ്ങൾ വയനാട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ തുടങ്ങിയത്. അതിനുശേഷം 2025 ഫെബ്രുവരിയിലാണ് റിസോർട്ട് എന്ന പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ പ്രൊജക്റ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, അതായത് ഫാം ടൂറിസത്തിനെയും കൂടി ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് 3ാമത്തെ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. 4ാമത്തെ പ്രൊജക്റ്റ് ഇന്ന് ലോകം മുഴുവൻ വിപ്ലവമാകാൻ പോകുന്ന, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആകുന്ന വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് വേസ്റ്റിനെ മണ്ണാക്കി മാറ്റാൻ പറ്റുന്ന ടെക്നോളജി. തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടുള്ള CSR അവിടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള ആ വലിയൊരു പ്രൊജക്റ്റ് ഇന്ന് കൈമാറിയിട്ടുള്ളത് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനി. വരും വർഷങ്ങളിൽ 34 പാറ്റന്റുകളുള്ള ഈ വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കുമ്പോൾ കേരളം, ഇന്ത്യ മാത്രമല്ല ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതൊരു വൻ ട്രെൻഡാക്കി മാറ്റാൻ പോകുന്ന പ്രൊജക്റ്റായിട്ട് മാറാൻ വേണ്ടി പോവാണ്. ദൈവത്തിനോട് നന്ദി പറയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഇവിടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിലൂടെ സമ്പന്നമുള്ള അവസരം കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്നെ പരിചയപ്പെട്ടല്ലോ. ഓക്കെ, എനിക്ക് ഇനി അറിയണം നിങ്ങളെയാണ്. എല്ലാവരും പരിചയപ്പെടാനുള്ള സമയമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെയെല്ലാം ഞാനൊന്ന് 4ആക്കി തരംതിരിക്കാനും പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇന്ന് വ്യത്യസ്ത സ്ഥലത്ത് നിന്നും വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ 4ആക്കി തിരഞ്ഞെടുക്കുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ 25 വയസ്സ് മുതൽ ഇവിടെ 80 വയസ്സ് വരെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? എൻ്റെ ചോദ്യം, ഇത്ര നാളും ജീവിച്ചിട്ട് ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണിപ്പോൾ? ഇപ്പം നിങ്ങൾ എവിടെയാണ്? ഒന്ന് സ്ട്രഗിളിംഗ് സ്റ്റേജ്, അതായത്
നിങ്ങൾക്ക് ജോലിയോ ബിസിനസ്സോ എന്തോ ഒന്നുണ്ട്, വരുമാനം കിട്ടുന്നത്. പക്ഷെ ഇപ്പോഴും കടക്കെണിയിലാണ്. ദാറ്റ് ഈസ് സ്ട്രഗിൾ. ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, എന്നാലോ കടത്തിനൊരു കുറവുമില്ല. ആരൊക്കെ എന്നെ ചോദിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേബിൾ. ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, കടമില്ല, പക്ഷെ എന്താണ് തട്ടിയും കൂട്ടി ജീവിച്ചു പോകുന്നത്. വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിലും കടമില്ലാണ്ട് ജീവിച്ചു പോകുന്ന സ്റ്റേജ്. മൂന്നാമത്തതാണ് സക്സസ്. അതായത് ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് സക്സസ്. എന്ത് വേണം ഇന്ന് വിചാരിക്കുകയാണ്, പുതിയൊരു ബെൻസ് കാർ ഇറങ്ങി 1.25 കോടി രൂപ ഒന്ന് വാങ്ങിയേക്കാം, അല്ലെ? അത്തരത്തിൽ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജ്, ദാറ്റ് ഈസ് സക്സസ്. നാലാമത്തെ സ്റ്റേജാണ് സിഗ്നിഫിക്കൻസ്. ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചു, ഇനി എന്ത് വാങ്ങണം എന്നറിയില്ല, എന്നിട്ട് ധാരാളം പണമുണ്ട് കയ്യിൽ. അപ്പൊ എന്ത് ചെയ്യവര് മറ്റുള്ളവരെ സഹായിക്കുന്നു, അല്ലെ? സിഗ്നിഫിക്കൻസ്. ആരാ ഇവിടെ ഉള്ളത്? യൂസഫ് അലിക്ക്, കൊച്ചൗസ് ചുറ്റിലപ്പള്ളി, അത്തരത്തിലുള്ള ആളുകൾ. എന്റെ ചോദ്യം, നിങ്ങൾ എവിടെയുണ്ട്? ദാറ്റ് മീൻസ് ചോദ്യം സ്ട്രഗിളിംഗ്, സ്റ്റേബിൾ, സക്സസ്, സിഗ്നിഫിക്കൻസ്. ഒന്ന് സ്വയം ഒന്ന് നോക്കി. ഇതിൽ ആരാ? പേര് ദേവ എവിടെയുണ്ട്? സ്ട്രഗിളിംഗ് ആണ്. പേരെന്ത്? വിജിമോഹൻ എവിടെയുണ്ട്? ഹസ്ബൻഡ് വൈഫാണോ? സോറി സർ, ഓക്കെ, നമുക്ക് ചോദിക്കണ്ടല്ലോ, അല്ലെ? പേരെന്ത്? സുനിൽ എവിടെയുണ്ട്? സ്റ്റേബിൾ, കടമൊന്നുമില്ല എന്നാലും, അല്ലെ? അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുന്നില്ല, ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുമ്പോൾ ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാൽ ദേവ എന്ത് ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലെ? ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതായത് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ തൽസ്ഥിതിയിൽ തുടരേണ്ടി വരും. തൽസ്ഥിതിയിൽ തുടർന്നാലോ ഇപ്പോൾ എന്ത് കിട്ടുന്നു അത് തന്നെ കിട്ടുള്ളൂ. അത് വേണം, അല്ലെ? എന്തെങ്കിലും വ്യത്യാസം വേണ്ട, അല്ലെ? അപ്പൊ അങ്ങനെ വ്യത്യാസം വരണമെങ്കിൽ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 50% പേര് എവിടെയാണ്? ലോ ക്ലാസ്. 30% മിഡിൽ ക്ലാസും 10% പ്രീമിയം, 1% അൾട്രാ പ്രീമിയം. അപ്പൊ നോക്കി എവിടെ ഉണ്ട് നമ്മൾ? ഇതില് എവിടെയോ ഉണ്ട്, അല്ലെ? എങ്കിൽ ഇവിടെ എത്താൻ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ എത്താൻ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിലോ വിധിയെ പഴിച്ചുകൊണ്ട് ഇവിടെ എത്താൻ, ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ? പല മനുഷ്യ രൂപത്തിൽ. പക്ഷേ ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലോ നമ്മളെല്ലാവരും നിരാശരായിട്ട് ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ